ഫോണൊന്ന് ചാർജ് ഇടാൻ പോകണം. നല്ല ലൈറ്റായിട്ടാ ചെറിയ ഇഷ്യൂ. ഇനി ഇത് വന്നാലേ ഓണാക്കാൻ പറ്റുള്ളൂ. നല്ല മഴ പോലെ ഇരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലേ. 6:30 ഞാൻ ഇറങ്ങാൻ വിചാരിച്ചു. ഒരു ചെടിയൊക്കെ നോക്കി എല്ലാം സെറ്റാക്കണം. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒന്നുമില്ലായിരുന്നു. പിന്നെ സ്കാഡ ഒരു സ്ഥലത്തുള്ള പോയി, ഒരു സൈറ്റുള്ള. അപ്പോൾ അത് വന്നാ ഇല്ലേന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. എഞ്ചിനിയർ ആകാശം കണ്ടല്ലോ. ചെടികളുണ്ടോ? ഇനി അടുത്ത ദിവസം നോക്കിയാലേ, അതായത് ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയാലേ ഇനി ഇതിനെക്കാളത്തിൽ വലുത് കാണാൻ പറ്റും. ഇനി ഞാൻ പോയി ഒന്ന് മൊബൈൽ ചാർജ് ചെയ്ത് തീർത്തു. കാരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം കട വരെ ഒന്ന് പോകണം. അപ്പോൾ അവിടുത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോണിലൊന്ന് ചാർജ് കാണും. ഷോപ്പിൽ പോകുന്നു. വന്നതാ. അപ്പം ഞാൻ നോക്കട്ടെ. ഓക്കെയാണ്. ഉണ്ടാക്കിയാണ് കേട്ടോ. ടൈമായി. ഇതും കൂടി കഴിഞ്ഞിട്ട് ഇനി ഡ്യൂട്ടി കയറണം. ഫുഡുണ്ടാക്കി കഴിഞ്ഞ് ഇനി ഇതും കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകും. കോഫി കുടിക്കണം. ഇനിയെന്ന് പറഞ്ഞാൽ ഏകദേശം ഡ്യൂട്ടി കയറാൻ സമയമായി. ഡ്യൂട്ടിക്കും കയറണം. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. പോയി സൺറൈസ് ഒക്കെ നോക്കി സെറ്റാക്കണം. അത് തന്നെ. പിന്നെ അവർ നിൽക്കണം ഡ്യൂട്ടിയിൽ. അയ്യോ, ജലദോഷം പിടിച്ച്. നേരെ പോട്ട് ഞാൻ ലൈറ്റൊക്കെ ഓണാക്കി എല്ലാം സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി കമ്പ്യൂട്ടർ മാത്രം നോക്കിയാൽ മതി. അതിപ്പോഴൊന്നുമല്ല, 1/2 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. സൂര്യമൊന്നുമില്ല, ക്ലൗഡി ആയിട്ട് കിടക്കുക. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അനാലിസിസ്. എൻ്റെ താഴെ പോയ ഷോട്ട് ബൈ. ഇതിൻ്റെ മേളിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷോട്ട് തന്നെയാണ് മിക്കവാറും. എൻ്റെ എക്സ്പെക്ടേഷനിൽ ഇത് ഷോട്ടാണ്. ഇതും ഇതിൻ്റെ മേലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതനുസരിച്ച് പോയ ബൈ, ഡൗൺ ആയ സെല്ല്. ഇതും എനിക്ക് തോന്നണില്ല, മൂവ്മെന്റ് കാണുമെന്ന് തോന്നണില്ല. എങ്ങനെയെന്ന് നോക്കാം. എൻ്റെ അനാലിസിസ് നോക്കാം. ഇനി എങ്ങനെ പോകുന്നു മാർക്കറ്റ് 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കാം. കമ്പ്യൂട്ടർ ബേസ് ചെക്ക് ചെയ്ത് കുഴപ്പമില്ല. ടൈം അനുസരിച്ച് പിന്നെ നമ്മളതും സെൽഫി എന്ന് പറഞ്ഞവർക്കും അഡ്ജസ്റ്റ് മാത്രം ചെയ്താൽ മതി. അത് ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. ഇതാണ് ഗോൾഡിൻ്റെ. അത് ഗോൾഡിൻ്റെ ഉണ്ടാ കിട്ടി. പച്ച ലൈന് കിട്ടിയിട്ടുണ്ട്. 1:2:56. ഇത് ക്ലോസ് ചെയ്തത് ഇവിടെയാണ്. എനിക്കറിയായിരുന്നു ഇതിന് താഴെ പോകുമെന്ന്. മാർക്കറ്റിൻ്റെ ഒരു പൊക്കി കറക്റ്റായി. അടുത്ത് പിന്നെ എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ BTC അവിടെ നിന്ന് ഇതുവരെ വീണിട്ടുള്ളൂ. പിന്നെ വീണ്ടും മാറി. ഇനി ഏകദേശം എനിക്ക് തോന്നുന്നു ഇവിടം വരെ പോയിട്ട് തിരിച്ചൊരടി അടിക്കും താഴോട്ട്. ഇതിൻ്റെ താഴെ പോയില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്തത്. ഇത് തന്നെയാണ് എൻ്റെ ഇന്നത്തെ അനാലിസിസ്. സെറ്റാണ്. ഒരെണ്ണം നല്ലതൊരെണ്ണേ കിട്ടിയുള്ളൂ. മറ്റേത് ഞാൻ തൊടൂല. ഇനി തൊടൂല. മാർക്കറ്റ് ഇന്ന് മൂവ്മെൻ്റ് ഇല്ല ഈ സമയത്ത്. അല്ലെങ്കിൽ ഈ സമയത്ത് കട്ട മൂവ്മെൻറ്റ് വരേണ്ട സമയം വരും. ഇതുവരെ മൂവ്മെൻ്റ് ഇല്ല, അതുകൊണ്ട് ഇനി തൊടൂല. ഒരെണ്ണം തന്നെ. നോ ടേക്ക് റിസ്ക്. ഇന്നത്തെ അനാലിസിസ് സൂപ്പർ. ജസ്റ്റ് പോയി എല്ലായിടം ഒന്ന് ചെക്ക് ചെയ്യണം. കണ്ടല്ലോ, താഴെ പോയി എല്ലാം നോക്കട്ടെ. ഇവിടെയും കുഴപ്പമില്ല. ഇവിടെയും കുഴപ്പമില്ല. സെറ്റാണ്. ഇന്നൊരു സംഭവിച്ച് ഇന്ന് ടൂർണമെന്റ് കളിച്ചേട്ടാ. എന്തായാലും പറയാം, ഒറ്റ റൗണ്ട് പിടിച്ചു. ഒറ്റ റൗണ്ട് ഒന്ന് സെൻസി ഇപ്പം അപ്ഡേഷന് ശേഷം മാറി. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ കറക്റ്റ സ്നൈപ്പിങ്. ഗ്ലോയിലെ പുറത്തിറങ്ങണതും കിട്ടി 150.
സ്നൈപ്പർ ഇത്തിരി അടിപൊളി അടിയായിരുന്നു, ടഫാക്കി തന്നവൻ. നമ്മളെ സ്നൈപ്പിങ് ബാഡായിരുന്നു. സ്നൈപ്പർ തന്നെ കളി മാറ്റിക്കളഞ്ഞു. റഷ്യേഴ്സിൻ്റെ തന്നെ റഷ്യറിന് തന്നെ 250 കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ 2 റഷ്യറിന് ഒന്നും ചെയ്യാൻ പറ്റൂല. ഇനി അടുത്ത് പോയി ഇതിൻ്റെ എടുക്കണം, മീറ്ററിൻ്റെ ഫോട്ടോ. കൂടുതലും കിടന്നുറങ്ങി കേട്ടാ. അപ്പം ഇപ്പോഴത്തേക്ക് അകത്ത് കയറുന്നില്ല, വെള്ളം കുടിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ മീറ്ററിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്ത് പിന്നെ കുടിച്ചു. മീറ്ററിൻ്റെ ഫോട്ടോ എടുക്കണം, അത് തന്നെ ഉള്ളു. റീഡിങ് എല്ലാം എഴുതി കഴിയുകയും ചെയ്ത് ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഒന്ന് ചെക്ക് ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കണം. അത് തന്നെ ഇതിനെ കുറയ്ക്കണം. ഓക്കെയാണ്, കുറച്ചിട്ടുണ്ട്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, അതൊക്കെ തന്നെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. ഇന്നത്തെ ട്രേഡിങ്ങും ഗുഡായിരുന്നു. മറ്റേത് ബാക്കി സൈഡ് വെച്ച് കേട്ടാ. ഇന്ന് വോളിയം കുറവാണ്, ഭയങ്കര കുറവാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.